എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എഫോർട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസാണ്. എഫോർട്ട് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നുള്ള അർത്ഥമാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മൾ എന്തിനൊരു എഫേർട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചാലേ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എഫേർട്ട് ഉപയോഗിക്കുക കേട്ടോ. എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കഠിന പ്രയത്നം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് എഫേർട്ട് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. വിജയം സ്ഥിരമായ പരിശ്രമത്തിലൂടെയാണ് ലഭിക്കുന്നത്. സക്സസ് കംസ് വിത്ത് കൺസിസ്റ്റൻറ്റ് എഫേർട്ട്. വിജയം സ്ഥിരമായ പരിശ്രമത്തിലൂടെയാണ് ലഭിക്കുന്നത്. സക്സസ് കംസ് വിത്ത് കൺസിസ്റ്റൻറ്റ് എഫേർട്ട്. വിജയം സ്ഥിരമായ പരിശ്രമത്തിലൂടെയാണ് ലഭിക്കുന്നത്. എഫേർട്ട് വിൽ ബി റിവാർഡഡ് വൺ ഡേ. നിൻ്റെ വിജയത്തിന് ഒരു നാൾ പരിശ്രമം ലഭിക്കും. യുവർ എഫേർട്ട് വിൽ ബി റിവാർഡഡ് വൺ ഡേ. റിവാർഡഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നുള്ള അർത്ഥമാണ്, അതായത് അവാർഡ്. എഫേർട്ട് വിൽ ബി റിവാർഡഡ് വൺ ഡേ. നിൻ്റെ പരിശ്രമത്തിന് ഒരു നാൾ പ്രതിഫലം ലഭിക്കും. യുവർ എഫേർട്ട് വിൽ ബി റിവാർഡഡ് വൺ ഡേ. നിൻ്റെ പരിശ്രമത്തിന് ഒരു നാൾ പ്രതിഫലം ലഭിക്കും. എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ഹെർ സ്റ്റഡീസ്. അവൾ പഠനത്തിന് വളരെയേറെ പരിശ്രമിച്ചു. ഷീ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ഹെർ സ്റ്റഡീസ്. അവൾ പഠനത്തിന് വളരെയേറെ പരിശ്രമിച്ചു. സ്മാൾ എഫേർട്ട് മേക്ക് എ ഡിഫറൻസ്. ഓരോ ചെറിയ പരിശ്രമവും മാറ്റം സൃഷ്ടിക്കുന്നു. എവരി സ്മാൾ എഫേർട്ട് മേക്ക് എ ഡിഫറൻസ്. ഓരോ ചെറിയ പരിശ്രമവും മാറ്റം സൃഷ്ടിക്കുന്നു. ആൻഡ് എഫേർട്ട് ലീഡ് ടു സക്സസ്. കഠിനാധ്വാനവും പരിശ്രമവും വിജയത്തിലേക്ക് നയിക്കുന്നു. ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് ലീഡ് ടു സക്സസ്. കഠിനാധ്വാനവും പരിശ്രമവും വിജയത്തിലേക്ക് നയിക്കുന്നു. ലീഡ് പറഞ്ഞാൽ നയിക്കുക, ഹാർഡ് വർക്ക് പറഞ്ഞാൽ കഠിനാധ്വാനം, എഫേർട്ട് പറഞ്ഞാൽ പരിശ്രമം. കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. വളരെയധികം പരിശ്രമിച്ച് അവൻ പദ്ധതി പൂർത്തിയാക്കി. ഹി കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. വളരെയധികം പരിശ്രമിച്ച് അവൻ പദ്ധതി പൂർത്തിയാക്കി. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് റിക്വയേഴ്സ് എഫേർട്ട്. പുതിയ ഭാഷ പഠിക്കാൻ പരിശ്രമം ആവശ്യമാണ്. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് റിക്വയേഴ്സ് എഫേർട്ട്. ഒരു പുതിയ ഭാഷ പഠിക്കാൻ പരിശ്രമം ആവശ്യമാണ്. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് റിക്വയേഴ്സ് എഫേർട്ട്. ഒരു പുതിയ ഭാഷ പഠിക്കാൻ പരിശ്രമം ആവശ്യമാണ്. വോൺ ബിക്കോസ് ഓഫ് ദെയർ കമ്പൈൻഡ് എഫേർട്ട്. കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ടീം വിജയിച്ചത്. ദ ടീം വോൺ. വിന്നിൻ്റെ പാസ്റ്റ് ഫോമാണ് വോൺ. The team won because of their combined effort. Appreciate your effort to help me. എന്നെ സഹായിക്കാൻ നടത്തിയ നിൻ്റെ പരിശ്രമത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. I appreciate your effort to help me. എന്നെ സഹായിക്കാൻ നടത്തിയ നിൻ്റെ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. It was the result of month of effort. മാസങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ചിത്രം. ദ പെയിൻറ്റിങ് വാസ് ദ റിസൾട്ട് ഓഫ് മന്ത് ഓഫ് എഫേർട്ട്. മാസങ്ങളായുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ചിത്രം. എഫേർട്ട് ഡ്രീം റിമെയിൻ ഡ്രീംസ്. പരിശ്രമമില്ലാത്ത സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ തുടരും. വിത്തൗട്ട് എഫേർട്ട് ഡ്രീം റിമെയിൻ ഡ്രീംസ്. പരിശ്രമമില്ലാത്ത സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ തുടരും. എന്തിനും ഒരു പരിശ്രമം ആവശ്യമാണ് കേട്ടോ. എഫേർട്ട് ഇംപ്രസ് ദ ടീച്ചർ. അവളുടെ പരിശ്രമം അധ്യാപകനെ ആകർഷിച്ചു. ഹെർ എഫേർട്ട് ഇംപ്രസ്ഡ് ദ ടീച്ചർ. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക.
അവളുടെ പരിശ്രമം അധ്യാപകനെ ആകർഷിച്ചു. മേക്ക് ആൻ എഫേർട്ട്, പ്രൊട്ടക്ട് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. വി ഷുഡ് മേക്ക് ആൻ എഫേർട്ട്, പ്രൊട്ടക്ട് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. മേക്ക് ആൻ എഫേർട്ട്, പ്രൊട്ടക്ട് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. വി ഷുഡ് മേക്ക് ആൻ എഫേർട്ട്, പ്രൊട്ടക്ട് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം പരിശ്രമിക്കണം. റെസ്ക്യൂ എഫേർട്ട് സേവ്ഡ് മെനി ലൈവ്സ്. രക്ഷാപ്രവർത്തനം നിരവധി ജീവനുകൾ രക്ഷിച്ചു. ദ റെസ്ക്യൂ എഫേർട്ട് സേവ്ഡ് മെനി ലൈവ്സ്. രക്ഷാപ്രവർത്തനം നിരവധി ജീവനുകൾ രക്ഷിച്ചു. ഇമ്പോസിബിൾ വിത്തൗട്ട് എഫേർട്ട്. പരിശ്രമമില്ലാതെ വിജയം കൈവരിക്കില്ല. സക്സസ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് എഫേർട്ട്. പരിശ്രമമില്ലാതെ വിജയം സാധ്യമാവില്ല. എഫേർട്ട് ഇൻസ്പയർഡ് എവരി വൺ അറൗണ്ട് ഹിം. അവൻ്റെ പരിശ്രമം ചുറ്റുമുള്ള ആളുകൾക്ക് പ്രചോദനമായി. ഈസ് എഫേർട്ട് ഇൻസ്പയർഡ്. ഇൻസ്പയർഡ് പറഞ്ഞ പ്രചോദനം. എവരി വൺ എല്ലാവർക്കും. അറൗണ്ട് ഹിം അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അവൻ്റെ പരിശ്രമം പ്രചോദനമായി. ദ കമ്പനി റെക്കഗ്നൈസ്ഡ് ഹെർ ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട്. അവളുടെ മികച്ച പരിശ്രമത്തെ കമ്പനി അംഗീകരിച്ചു. ദ കമ്പനി റെക്കഗ്നൈസ്ഡ് ഹെർ ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട്. അവളുടെ മികച്ച പരിശ്രമത്തെ കമ്പനി അംഗീകരിച്ചു. എഫേർട്ട് കൗണ്ട് നോ മാറ്റർ ഹൗ സ്മോൾ. എത്ര ചെറിയ പരിശ്രമത്തിനും വിലയുണ്ട്. എവരി എഫേർട്ട് കൗണ്ട് നോ മാറ്റർ ഹൗ സ്മോൾ. എത്ര ചെറിയ പരിശ്രമത്തിനും വിലയുണ്ട്. മെയ്ഡ് എവരി എഫേർട്ട് ഫിനിഷ് ഓൺ ടൈം. പൂർത്തിയാക്കാൻ അവർ എല്ലാ പരിശ്രമങ്ങളും നടത്തി. They made every effort finish on time. They made every effort finish on time. സമയത്ത് പൂർത്തിയാക്കാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തി. They made every effort finish on time. സമയത്ത് പൂർത്തിയാക്കാൻ അവർ എല്ലാ പരിശ്രമങ്ങളും നടത്തി. Put in the effort, you will improve. പരിശ്രമം തുടരുക, നീ എന്തായാലും മെച്ചപ്പെടും. കീപ് പുട്ടിങ് ഇൻ ദ എഫേർട്ട്, യു വിൽ ഇംപ്രൂവ്. പരിശ്രമം തുടരുക, നീ എന്തായാലും മെച്ചപ്പെടും. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനും യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ.